അപ്പം ഞാൻ ഈ വേറൊരു പ്രോഗ്രാമിന് അധ്യക്ഷനായതുകൊണ്ട് താമസിക്കുമെന്ന് അവിടെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോട് ഒരു പരിഗണന തന്നു. 20 മിനിറ്റ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനങ്ങനെ 11:20-25 മണി ആയപ്പോൾ ചെന്നപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ മുന്നിലൊരു വിളക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ വിളക്കിൽ തിരികൊളുത്തുകയും പുഷ്പാർച്ചന നടത്തി തീർക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാഗത പ്രാസംഗികനായിരുന്നു. പ്രഭാകരൻ സ്വാഗത പ്രസംഗം നടത്തി. അതിനുശേഷം അധ്യക്ഷൻ എന്നുള്ള എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കൊരു കാര്യമുണ്ട്. ഗവർണർ വേദിയിലിരിക്കുക. ഈ രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ആ ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ പടമോ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അറിയാവുന്നത് സിനിമാ താരങ്ങളുടെ പടവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പടമാണല്ലോ അറിയാവുന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കറിയില്ലല്ലോ ഇത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഏത് ഇനത്തിൽപ്പെട്ട പടമാണെന്നുള്ളതും കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ആ തക്ക നോക്കി പറയാം, ഇത് ഇന്ന ആളുടെ പടം, സിനിമാ നടിയുടെ പടമല്ല, ഇത് ഇന്ന ആളുടെ പടമാണെന്ന് പറയാം. ഇതാണ് ഇവരുടെ മനസ്സിലിരിക്കുന്ന കാര്യം. ഞാൻ പറയാം, അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തുവിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്ര സങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവാർഡിന് അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു, ഇറങ്ങിപ്പോവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.